മാക്സിമം ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫ് ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്യാം, ഗംഗയുടെ അവസ്ഥ വല്ലാത്തൊരു ഘട്ടത്തിലാണെന്ന് അറിയാമല്ലോ. ഫിറ്റ്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വന്നു. ആര്? ക്ലാര കുഞ്ഞെ. ഏയ്, എവിടെ പോവാ? ഇങ്ങോട്ട് വാ മോളെ. അങ്കിളെ പോയാ നോക്കിട്ട് വരാം. അങ്കിളോ? ഏതങ്കിള്? ഒരു നല്ല അങ്കിളാ. ആ അങ്കിള് ഞാൻ ഇന്ന് പറ്റിച്ചു. പറ്റിച്ചോ? ഞാൻ ഡോക്ടർ ആന്റിയുടെ കസേര കയറി ഇരുന്നപ്പോ ആ അങ്കിള് വിചാരിച്ചു ഞാനാ ഡോക്ടർ എന്ന്. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. അവിടെ കയറി കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അങ്കിളിന് എന്നെ ഇഷ്ടമായി. ക്ലാരമ്മേ, ആ ഡോക്ടർ ആന്റി എന്നെ പറ്റിക്കോ. എനിക്ക് പരിശോധിക്കുന്ന കുഴല് വാങ്ങി തന്നില്ല. ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഞാൻ ഡോക്ടർ ആവണ്ടേ? അത് അന്നേരമല്ലേ, ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. വാ. ഗംഗേ, നീ എന്തായി നോക്കുന്നത്? വെറുതെ. വാ, വന്ന് കിടക്ക. മാക്സിമം ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത്ര നേരം കിടക്കായിരുന്നു ശ്യാമേട്ടാ. ശരീരം ആകെ വേദനിക്കുന്നു. നമുക്ക് വീട്ടിൽ പോ ശ്യാമേട്ടാ. എനിക്കിപ്പോ ഒരസുഖവും ഇല്ല. ഗംഗയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫ് ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. മടുത്തു ശ്യാമേട്ടാ. വല്ലാത്തൊരു മരവിപ്പ് പോലെ. അവിടെയാവുമ്പോ എല്ലാരും ഉണ്ടല്ലോ. പക്ഷേ ഒരാള് മാത്രമില്ല, അച്ഛൻ. അതൊന്നും ഓർക്കണ്ട. ഇനി അതേക്കുറിച്ച് ഓർത്തിട്ടോ കരഞ്ഞിട്ടോ എന്ത് കാര്യം? ശരിയാണ്, നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മളതെല്ലാം മറന്നല്ലേ പറ്റൂ. അച്ഛൻ പോയിന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമേട്ട. ഡോക്ടർ പറഞ്ഞതൊക്കെ നീ മറന്നോ? നീ ഗർഭിണിയാണ്. ദാ നോക്ക്, ഇപ്പോ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചാ അത് നമ്മുടെ കുഞ്ഞിനെ. വേണ്ട, പ്ലീസ്. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കൂടി കഴിയുന്നില്ലല്ലോ ശ്യാമേട്ട. വാ, കിടക്കാം. കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ഗംഗ ഇപ്പോൾ ഓർക്കാവൂ. ബാക്കിയെല്ലാം മറക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചു ദിവസം കൂടി ഗംഗ ഇവിടെ തന്നെ കഴിയുന്നത് നല്ലതെന്ന്. ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്റെ ഗംഗയെ പോലെ ഒരു കൊച്ചു സുന്ദരി മോൾ. ഇനിയെല്ലാം നമുക്ക് അവളാണ്. എഴുന്നേൽക്കണ്ട, ഇരുന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ഗംഗ? ക്ഷീണമൊക്കെ മാറിയതായി തോന്നുന്നുണ്ടോ? എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതിയെന്നേ ഉള്ളൂ പുള്ളിക്കിപ്പോ. അതിനെന്താ, പോകാലോ. ഏതായാലും 1-2 ദിവസം കൂടി കഴിയട്ടെ. ധൃതി വെച്ച് അങ്ങോട്ട് പോയാലും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ഇങ്ങോട്ട് വരേണ്ടി വരില്ലേ? എന്നാ പിന്നെ വിശദമായ ചെക്കപ്പ് കഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ഞാനും അത് പറഞ്ഞു ഡോക്ടറെ. നമുക്കൊന്ന് സ്കാൻ ചെയ്യേണ്ടി വരും. കുട്ടിയുടെ പൊസിഷൻ ഒന്ന് അറിയണം. കക്ഷിയുടെ സുഖനിദ്രയ്ക്ക് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന് നോക്കണമല്ലോ.
ഈ മെഡിസിൻ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, നോക്കുക. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. മിസ്റ്റർ ശ്യാം വരൂ. ഇപ്പോ വരാം. ശ്യാം, ഗംഗയുടെ അവസ്ഥ വല്ലാത്തൊരു ഘട്ടത്തിലാണെന്ന് അറിയാമല്ലോ. ഫിറ്റ്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മെഡിസിൻസ് പോലും ഒരു പരിധിക്ക് അപ്പുറം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടിയെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഡോക്ടറെ? ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതായാലും സ്കാനിംഗ് കഴിയട്ടെ. 1-2 ദിവസം കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഡോക്ടർ, ഒരു കാരണവശാലും ഗംഗയുടെ മനസ്സ് വിഷമിക്കാൻ ഇടവരരുത്. ശ്യാമാണത് ശ്രദ്ധിക്കേണ്ടത്. അധിക സമയം ഒറ്റയ്ക്ക് ഇരുത്തുകയരുത്. ഡോക്ടറെ, ഗംഗയ്ക്ക് എന്തെങ്കിലും? ഏയ്, ശ്യാം ടെൻഷനാവുകയും മറ്റും വേണ്ട. പ്രാർത്ഥിക്കുക, മനസ്സിന് ശക്തി കൊടുക്കുക, കഴിവതും ഗംഗയെ സന്തോഷിപ്പിക്കുക. ഡോക്ടർ, 114 പേഷ്യന്റ് പെയിൻ കൂടി. ശ്യാം ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അച്ഛൻ ഇത്ര വേഗം പോയിട്ട് വന്നോ? ആഹാ, നീയായിരുന്നോ? ഞാൻ കരുതി അച്ചായനായിരിക്കുമെന്ന്. അപ്പൊ സാറിവിടെ ഇല്ലേ? നിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കാണാനേ ഇല്ലല്ലോടാ ഫിലിപ്പോസേ. ഇന്നലെയും കൂടെ അച്ചായൻ നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോവാൻ പറ്റില്ലെന്ന് പണ്ടാരാണ്ട് പറഞ്ഞണക്കാ മോളി ചേച്ചി എന്റെ കാര്യം. അതെന്നതാ? ദൈവവേലയല്ലയോ. ഓ, പിന്നെ ആതുര സേവനവും ഒന്നിനും നേരം കിട്ടുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ദിവസം 3-4 ആഹാ, അത്ര വലിയ തിരക്കാണോ? പിന്നെ കാലത്ത് എഴുന്നേറ്റ് കുളിയും പ്രാർത്ഥനയും കഴിയുമ്പോ തന്നെ നേരം കുറയാകും. പിന്നെ മാർക്കറ്റിലും പോസ്റ്റ് ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോ ആശുപത്രിയിൽ ചോറ് കൊണ്ടുകൊടുക്കാൻ സമയമാകും. അതും കഴിഞ്ഞ് അനാഥാലയത്തിലെ കുരുത്തം കെട്ട പിള്ളേരുടെ കാര്യം നോക്കിയിട്ട് എവിടെയെങ്കിലും കിടന്ന് നടുവൊന്ന് നിവർത്താന്ന് വിചാരിച്ചാലോ അപ്പ തുടങ്ങും മദറിന്റെ വിളി, ഫിലിപ്പോസേ ഫിലിപ്പോസേ എന്ന്. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ഓ, എവിടെന്നാ, എല്ലാം സേവനമല്ലേ മോളി ചേച്ചി. ആ, പിന്നെ മദർ മാസം എന്തേലും തരും. ഒരു കാണിക്ക പോലെ ഞാനത് സ്വീകരിക്കുകയും ചെയ്യും. നിൽക്കുന്നത് പാവമല്ലേ? അതെ അതെ, നീയല്ലേ ആള്. നിന്നെ എനിക്കറിയില്ലേ എന്റെ ഫിലിപ്പോസേ. സത്യമായിട്ട് ഉള്ളതാ മോളി ചേച്ചി. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? കടുമാങ്ങ എവിടെ ഇരിക്കുന്നേ? ആ, ഫ്രിഡ്ജിലുണ്ട്. ഇച്ചിരി കടുമാങ്ങയിട്ട് കലക്കി നാഴി കഞ്ഞോളം കുടിച്ചാലേ ഈ പരവേശം ഒന്ന് മാറുള്ളൂ. എന്തൊരാക്രാന്തം, നല്ല ആശ്വാസം. നിന്റെ ഈ ആർത്തി ഒന്നും ഇതുവരെ മാറിയില്ലേടാ. എന്താണെന്ന് അറിയില്ല, ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ. വേറെ എവിടെയാണെങ്കിലും ഒരു പിടി പറ്റ് കീഴ്പോട്ടിറങ്ങാൻ ഭയങ്കര പ്രയാസമാ. ആ, വയറ് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇന്നിവിടെ മീൻ കറി ഉണ്ടായച്ചി? ഇല്ലല്ലോ. എന്നയച്ച് ചോറുതാ, നല്ല വിശപ്പ്. നിന്റെ ഈ വെപ്രാളം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പോയിരിക്കും, ഞാൻ ചോറെടുത്തിട്ട് വരാം. സ്പെഷ്യലൊന്നുമില്ല ചേച്ചി.
മോളി ചേച്ചി ഇങ്ങോട്ട് ഇരുന്ന് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാ? ഇരി പറയാം. അതിനല്ലേ ഈ ഫിലിപ്പോസ് നേരമില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് ഓടി വന്നത്. നീ കാര്യം എന്താന്ന് പറയടാ. അറിഞ്ഞില്ലേ? ഉം. വന്നു. ആര്? ക്ലാര കുഞ്ഞെ. വന്നിട്ടിന്ന് 3-4 കേട്ടതൊക്കെ നേരാ. കൂട്ടത്തിലെ ആ കൊച്ചുണ്ട്. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ലെന്നേ. കോലം കെട്ടുപോയില്ലേ. നല്ല പൂവപ്പഴം പോലെ ഇരുന്ന കാരക്കൊച്ചിനെ ഇപ്പൊ കണ്ട സൈക്കത്തിട്ട് എന്റെ മോള് ചേച്ചി. ഓ, ഞാൻ ഒന്നേ നോക്കിയോളൂ. കഷ്ടം. അവള് ഞങ്ങളെ കുറിച്ച് വല്ലതും ചോദിച്ചോ ഫിലിപ്പോസെ? ഓ, എവിടുന്ന്? ഇവിടുത്തെ കാര്യങ്ങൾ പോലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. ക്ലാര കുഞ്ഞിന് ഇപ്പൊ എല്ലാരെക്കാളും വലുത് ആ അനാഥ കൊച്ചാ മോള് ചേച്ചി. ജന്മം കൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോ എന്നെ ചാടി കടിക്കാൻ വന്ന്. പിന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല. അവൾ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞോടാ? എന്നോടൊന്നും പറഞ്ഞില്ല. അഥവാ വന്നാൽ തന്നെ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ. ആ അസത്ത് കൊച്ചിനെയും കൊണ്ടല്ലേ വരൂ. അതിന് തരകൻ സാർ സമ്മതിക്കോ? എനിക്ക് അവളെ ഒന്ന് കാണണം. നീ അവളോടൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞു നോക്കാം. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്റെ മോളെ. എന്റെ മോള് ചേച്ചി ഇങ്ങനെ കരഞ്ഞു കൂവി ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. തരകൻ സാറിനെയും കൂട്ടി അങ്ങോട്ട് ചെന്ന് 4 വർത്തമാനവും പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ ആ അനാഥാലയത്തിൽ കിടന്ന് ക്ലാര കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. എനിക്കെന്ത് ചെയ്യാൻ കഴിയൂടാ? അവളുടെ ഇഷ്ടം പോലെ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അച്ചായൻ അത് സമ്മതിക്കത്തില്ല. ആ കുഞ്ഞിനെ മാത്രമാക്കുന്നത് എന്തിനാ? അവിടെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. എന്നാലെങ്കിലും പൊന്നുമോക്ക് സമാധാനമാകട്ടെ. ഗൂഢാലോചന.